എല്ലാവർക്കും നമസ്കാരം. ഡിഫ്രാക്ഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഡിഫ്രാക്ഷൻ? ഡിഫ്രാക്ഷൻ 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 മീൻസ് ദ ബെൻഡിങ് ഓഫ് ലൈറ്റ് ബീംസ് വെൻ ഇറ്റ് ടച്ചസ് എ നൈഫ് എഡ്ജ്. ഇവിടെ ഒരു ലൈറ്റ് സോഴ്സ് എസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ ലൈറ്റ് സോഴ്സിൻ്റെ മുന്നിൽ നമ്മളൊരു ഒബ്സ്റ്റക്കിൾ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. സോ ലൈറ്റ് ഈ ഒബ്സ്റ്റക്കിളിൽ തട്ടിയിട്ട് ഇത് ബെൻഡ് ചെയ്യും ടുവേർഡ്സ് ദി ജിയോമെട്രിക്കൽ ഷാഡോ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ദ ബെൻഡിങ് ഓഫ് ലൈറ്റ് ബീംസ് വെൻ ഇറ്റ് ടച്ചസ് എ നൈഫ് എഡ്ജ് ഈസ് നോൺ ആസ് ഡിഫ്രാക്ഷൻ. ഇതൊരു ഡെഫിനേഷനാണ്. മറ്റൊരു ഡെഫിനേഷൻ കൂടി നമുക്ക് പറയാൻ സാധിക്കും. ദി എൻക്രോച്ച്മെൻറ്റ് ഓഫ് ലൈറ്റ് ടുവേർഡ്സ് ദി ജിയോമെട്രിക്കൽ ഷാഡോ. എൻക്രോച്ച്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? അതിക്രമിച്ച് കടക്കുക എന്നാണ് മീനിങ്. സോ നമുക്കിവിടെ ഒരു ഒബ്സ്റ്റക്കിൾ വെച്ച് കഴിഞ്ഞാലേ നമുക്ക് ഇത്രയും ഭാഗത്ത് നിഴലാണ് കിട്ടേണ്ടത്. പക്ഷേ നമുക്കത് ഇതിൻ്റെ താഴ്ഭാഗത്ത് മാത്രമേ നിഴലുണ്ടാവുള്ളൂ. ഒബ്സ്റ്റക്കിളിൻ്റെ ഇവിടെ ലൈറ്റ് ഉണ്ടാവും. ദാറ്റ് മീൻസ് ലൈറ്റ് വിച്ച് എൻക്രോച്ച് ടുവേർഡ്സ് ദി ജിയോമെട്രിക്കൽ ഷാഡോ. അതായത് ലൈറ്റ് ഷാഡോയുടെ നിഴലിൻ്റെ ഭാഗത്തേക്ക് അതിക്രമിച്ച് കടന്നു. ദ എൻക്രോച്ച്മെൻറ്റ് ഓഫ് ലൈറ്റ് ടുവേർഡ്സ് ദി ജിയോമെട്രിക്കൽ ഷാഡോ ഈസ് നോൺ ആസ് ഡിഫ്രാക്ഷൻ. അപ്പോൾ ഡിഫ്രാക്ഷൻ, രണ്ട് ടൈപ്സ് ഓഫ് ഡിഫ്രാക്ഷനാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് ഫ്രണൽ ഡിഫ്രാക്ഷൻ. ഫ്രണൽ എന്നാണ് വായിക്കുന്നത് കേട്ടോ, ഫ്രസ്നൽ എന്നൊന്നും വായിക്കരുത്. ഫ്രണൽ ഡിഫ്രാക്ഷൻ. സോ ഫ്രണൽ ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സോഴ്സ് ഉണ്ട്, നമുക്കൊരു സ്ക്രീൻ ഉണ്ട്. സോ ഈ സോഴ്സും സ്ക്രീനും ഫൈനൈറ്റ് ഡിസ്റ്റൻസ് അകലത്തിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ആരിൽ നിന്നും? ഒബ്സ്റ്റക്കിളിൽ നിന്നും. സോഴ്സോ സ്ക്രീനോ അതോ സോഴ്സോ ലൈറ്റോ രണ്ടും ഒബ്സ്റ്റക്കിളിൽ നിന്നും ഫൈനൈറ്റ് ഡിസ്റ്റൻസിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫ്രണൽ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സോഴ്സും സ്ക്രീനും ഫൈനൈറ്റ് ഡിസ്റ്റൻസിലായതുകൊണ്ട് തന്നെ ഇവിടെ ലൈറ്റുകളെ പാരലായിട്ട് അലൈൻ ചെയ്യാൻ ലെൻസസ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സോ നോ യൂസ് ഓഫ് ലെൻസ് എന്ന് പറയുന്നതും നമ്മുടെ ഫ്രണൽ ഡിഫ്രാക്ഷൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ തിയററ്റിക്കൽ ട്രീറ്റ്മെൻറ്റ് ഈസ് ഓൺലി ഫോർ അപ്രോക്സിമേറ്റ് ഫോർ ഫ്രണൽ ഡിഫ്രാക്ഷൻ. സോ ഇത് കഴിഞ്ഞാൽ ഇത് ഒന്നാമത്തെ ഡിഫ്രാക്ഷനാണ്. രണ്ടാമത്തെ ഡിഫ്രാക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തത് ഫ്രാൻഹോഫർ. ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷനാണ് രണ്ടാമത്തേത്. സോ ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന സോഴ്സ് അതുപോലെ സ്ക്രീന് ദേ ആർ അറ്റ് ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസ് ഫ്രം ദി ഒബ്സ്റ്റക്കിൾ. നമ്മൾ വെച്ചിരിക്കുന്ന ഒബ്സ്റ്റക്കിളിൽ നിന്നും ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസിലാണ് സോഴ്സ് അതുപോലെ തന്നെ സ്ക്രീൻ ഇരിക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷൻ. സോ ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസിൽ സോഴ്സ് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ലൈറ്റുകളെ പാരലായിട്ട് അലൈൻ ചെയ്യണം. സോ അതുകൊണ്ട് ഇവിടെ നമ്മളൊരു കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കണം. അതും അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ തിയററ്റിക്കൽ ട്രീറ്റ്മെൻറ്റ് ആക്യുറേറ്റ് ആണ് ഫോർ ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷൻ. സോ സാധാരണ ഷോർട്ട് ആൻസർ ചോദിക്കുന്നത് വാട്ട് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്രണൽ ആൻഡ് ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷൻ. അതുപോലെ തന്നെ എന്താണ് ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഷോർട്ട് ആൻസർ ചോദിക്കാം. സോ നമ്മൾ എസ്ഐ ക്വസ്റ്റ്യനിലേക്ക് നേരെ പോവുകയാണ്. ഫ്രണൽ എക്സ്പ്ലനേഷൻ. Frontal explanation to rectilinear propagation of light. Frontal explanation for rectilinear propagation of light. ഇതാണ് നമ്മുടെ ഹെഡിങ്. അപ്പോൾ നമുക്കൊരു വേവ് ഫ്രണ്ട് ഉണ്ട്. ഇതാണ് നമ്മുടെ വേവ് ഫ്രണ്ട്. സോ ഈ വേവ് ഫ്രണ്ടിൽ നിന്നും പി അകലെയായിട്ട് നമ്മളൊരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു വിത്ത് എ ഡിസ്റ്റൻസ് ബി. ഓക്കെ. സോ ഇവിടെ കുറേ സർക്കിൾസ് നമ്മളിങ്ങനെ കൺസിഡർ ചെയ്യണം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം ബി പ്ലസ് λ/2. ദെൻ ഇവിടെ നിന്ന് യോജിപ്പിക്കാം. ഈ ദൂരം ബി പ്ലസ് 2λ/2. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യാം. ഇത് ബി പ്ലസ് 3λ/2. ഇങ്ങനെയാണ് ഡിസ്റ്റൻസ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ. ഇവിടെ M1 എന്ന് കൊടുക്കുക, ഇവിടെ M2 എന്ന് കൊടുക്കുക, ഇവിടെ M3 എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ നേർരേഖാ ചലനത്തെക്കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അതായത് നേർരേഖയിൽ വരുന്നൊരു ലൈറ്റിൻ്റെ ഭാഗത്ത്
നമ്മളൊരു ഒബ്സ്റ്റക്കിൾ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഷാഡോ കാസ്റ്റ് ചെയ്യും. എന്തുകൊണ്ടാണ് ഷാഡോ കാസ്റ്റ് ചെയ്യുന്നത്? ലൈറ്റ് വളഞ്ഞ് സഞ്ചരിക്കാത്തത് കൊണ്ടാണ്. ബെൻഡ് ചെയ്യും, പക്ഷെ വളഞ്ഞ് സഞ്ചരിക്കില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗത്തേക്ക് ലൈറ്റിന് അതിക്രമിച്ച് കടക്കാൻ സാധിക്കും, പക്ഷേ മറ്റ് ഭാഗങ്ങളെല്ലാം ഡാർക്കായിരിക്കും. ദാറ്റ് മീൻസ് ലൈറ്റ് ഒരിക്കലും വളഞ്ഞ് സഞ്ചരിക്കുന്നില്ല, അത് സ്ട്രൈറ്റ് ലൈൻ പാത്തിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. സോ അതിൻ്റെ പ്രൂഫാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഫിഗറിൽ നമ്മൾ വരച്ചിരിക്കുന്ന ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ടാണ്. ആ പ്ലെയിൻ വേവ് ഫ്രണ്ടിൽ കുറേ സർക്കിൾസ് വരച്ചിട്ടുണ്ട്. ഈ ഓരോ സർക്കിളെയും വിളിക്കുന്ന പേര് ഹാഫ് പീരീഡ് സോണുകൾ എന്നാണ്. ഹാഫ് പീരീഡ് സോൺസ് അഥവാ HPZ എന്ന് നമ്മൾ പറയും. ഹാഫ് പീരീഡ് സോൺസ്. എന്താണ് ഹാഫ് പീരീഡ് സോൺ? ഒന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ടാണ്. ഈ പ്ലെയിൻ വേവ് ഫ്രണ്ടിൽ B റേഡിയസിലൊരു സ്ഫിയർ നിങ്ങൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ആ സ്ഫിയർ ഒരു ചെറിയ ഭാഗം കട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ. സോ കട്ട് ചെയ്യുന്ന ഭാഗം ഒരു സർക്കിളായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതൊരു സർക്കിളാവും. പിന്നെ B+λ/2 അടുത്ത സർക്കിൾ ഒരു സ്ഫിയർ കൺസിഡർ ചെയ്യുക. അപ്പോഴും നമ്മുടെ ഈ വേവ് ഫ്രണ്ടിൽ ഒരു സർക്കുലർ പോർഷൻ കട്ട് ചെയ്ത് മാറപ്പെടുന്നുണ്ട്. ദെൻ B+2λ/2 റേഡിയസിൽ വീണ്ടും ഒരു സ്ഫെറിക്കൽ സർഫസ് കൺസിഡർ ചെയ്യുക. അപ്പോഴും ഇവിടെ ഒരു സർക്കുലർ പോർഷൻ കട്ട് ചെയ്ത് മാറപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ കട്ട് ചെയ്ത് മാറപ്പെടുന്ന ഓരോ പോർഷനും നമ്മൾ വിളിക്കുന്നത് HPZ ആണ്. ഹാഫ് പീരീഡ് സോണുകൾ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, രണ്ടടുത്ത സോണുകൾ തമ്മിൽ പീരീഡിൽ λ/2 പീരീഡിൽ വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഹാഫ് പീരീഡ് സോണുകൾ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഇതെല്ലാം ഓരോ ഹാഫ് പീരീഡ് സോണുകളാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ബാക്കി മാർക്കിംഗ് കൂടി കൊടുക്കാം. നമ്മുടെ വേവ് ഫ്രണ്ടിനെ ABCD എന്ന് എഴുതാം. ABCD എന്ന് എഴുതാം. ഈ സെൻറ്ററിനെ നമ്മൾ O എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യാം. ദിസ് പോയിന്റ് ഈസ് P. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഫിഗർ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ എങ്ങനെ ഹാഫ് പീരീഡ് സോണുകൾ കൺസ്ട്രക്ട് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ B റേഡിയസിൽ B+λ/2 റേഡിയസിൽ B+3λ/2 റേഡിയസിൽ B+4λ/2 റേഡിയസിൽ B+5λ/2 റേഡിയസിൽ സ്ഫിയറുകൾ കൺസിഡർ ചെയ്യുക. ആ സ്ഫിയറുകൾ വേവ് ഫ്രണ്ടിൽ കട്ട് ചെയ്യുന്ന സർക്കുലർ പോർഷൻ വിളിക്കുന്ന പേരാണ് ഹാഫ് പീരീഡ് സോണുകൾ. അതാണ് കൺസ്ട്രക്ഷൻ ഓഫ് ഹാഫ് പീരീഡ് സോൺ എന്ന് പറയുന്നത്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഹാഫ് പീരീഡ് സോണുകളുടെയും ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് പീരീഡ് സോൺ എന്ന് പറയുമ്പോൾ ഈ സെൻറ്റർ പോർഷനെയാണ് നമ്മൾ ഫസ്റ്റ് ഹാഫ് പീരീഡ് സോൺ എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് ഹാഫ് പീരീഡ് സോൺ. സെക്കൻഡ് ഹാഫ് പീരീഡ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്കൻഡ് ഹാഫ് പീരീഡ് സോൺ എന്ന് പറയുന്നത്. സെക്കൻഡ് ഹാഫ് പീരീഡ് സോൺ, സെക്കൻഡ് ഹാഫ് പീരീഡ് സോൺ. കണ്ടോ? അപ്പോൾ സെക്കൻഡ് ഹാഫ് പീരീഡ് സോൺ എന്ന് പറഞ്ഞ ഏരിയ എന്ന് പറയുമ്പോൾ ഈ പെൻസിൽ വെച്ച് മാർക്ക് ചെയ്തിരിക്കുന്ന പോർഷൻ മാത്രമേ ഉള്ളൂ, നടുക്ക് പറ്റില്ല. കണ്ടോ? ഇനി അടുത്ത ഹാഫ് പീരീഡ് സോൺ എന്ന് പറയുമ്പോൾ പുറമേ കിടക്കുന്നതാണ് തേർഡ് ഹാഫ് പീരീഡ് സോൺ എന്ന് പറയുന്നത്. കണ്ടോ? അപ്പോൾ ഓരോന്നും എന്താണ്? ഓരോ ഹാഫ് പീരീഡ് സോണുകളാണ്. അപ്പോൾ നമുക്ക് ഈ ഹാഫ് പീരീഡ് സോണുകളുടെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം? ഏരിയ ഓഫ് ഫസ്റ്റ് ഹാഫ് പീരീഡ് സോൺ. ഏരിയ ഓഫ് ഫസ്റ്റ് HPZ. ഏരിയ ഓഫ് ഫസ്റ്റ് ഹാഫ് പീരീഡ് സോൺ. സോ ഏരിയ ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു OM1 സ്ക്വയർ. OM1 കാരണം ഇത് സർക്കിൾ അല്ലേ, അപ്പോൾ OM1 ആണ് എൻ്റെ റേഡിയസ്. അപ്പോൾ പൈ ഇൻറ്റു OM1 സ്ക്വയർ. സോ സെക്കൻഡ് സോൺ ആണെങ്കിൽ ഫോർ സെക്കൻഡ് സോൺ ആണെങ്കിൽ A ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു OM2 സ്ക്വയർ മൈനസ് പൈ ഇൻറ്റു OM1 സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു OM2 സ്ക്വയർ മൈനസ് OM1 സ്ക്വയർ എന്നെഴുതാം. കണ്ടോ? അതായത് നമുക്ക് ഈ ഇത്രയും ഏരിയ വേണമെങ്കിൽ എന്താണ്, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഏരിയ മൈനസ് ഇവിടം തൊട്ട് ഇവിടം വരെ ഏരിയയാണ് ഈ നടുക്കുള്ള ഏരിയ എന്ന് പറയുന്നത്. കണ്ടോ? അതാണ് നമ്മളിപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത്. ദെൻ nth സോൺ ആണെങ്കിൽ ഏരിയ A ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു OMN സ്ക്വയർ മൈനസ് പൈ ഇൻറ്റു OMN-1 സ്ക്വയർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു OMN സ്ക്വയർ മൈനസ് OMN-1 സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുക്കുക അതിന്. ഓക്കെ, അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ട്രയാങ്കിൾ OPM1 എടുക്കുക. ട്രയാങ്കിൾ OPM1. ഇവിടെ നമുക്ക് PM1 സ്ക്വയർ എന്ന് പറയുന്നത് M1 സ്ക്വയർ പ്ലസ് OP സ്ക്വയർ എന്ന് എഴുതാമല്ലോ. എഴുതാം. സോ
m1 square is equal to OP square plus OM1 square. Similarly, PM2 square is equal to OP square plus OM2 square. So, PMN minus 1 square is equal to OP square plus OM into n minus 1 square. അതുപോലെ തന്നെ PMN സ്ക്വയർ ആണെങ്കിൽ OP സ്ക്വയർ പ്ലസ് OMN സ്ക്വയർ, എന്തിൻ്റെത് n മൈനസ് വണ്ണിൻ്റെത്. ഓക്കെ ആണല്ലോ. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സബ്ട്രാക്ട് ചെയ്യുക. സോ PMN സ്ക്വയർ മൈനസ് PMN മൈനസ് 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ് OP സ്ക്വയർ പ്ലസ് OMN സ്ക്വയർ മൈനസ് OP സ്ക്വയർ മൈനസ് OMN മൈനസ് 1 സ്ക്വയർ. OP സ്ക്വയറും OP സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എന്തുണ്ട്? OMN സ്ക്വയർ മൈനസ് OMN മൈനസ് 1 സ്ക്വയർ. ഇതാണ് PMN സ്ക്വയർ മൈനസ് PMN മൈനസ് 1 സ്ക്വയർ. ഓക്കെ, ഒന്നാമത്തെ ഇക്വേഷൻ വീണ്ടും ഒന്ന് എടുത്തെഴുതുക. ഒന്നാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? A ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു OMN സ്ക്വയർ മൈനസ് OMN മൈനസ് 1 സ്ക്വയർ. സോ ഇതിന് പകരം എന്ത് കൊടുക്കാം? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ ഇങ്ങോട്ടേക്ക്. സോ ഏരിയ A ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു PMN സ്ക്വയർ മൈനസ് PMN മൈനസ് 1 സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കുക അതിനെ. ഇക്വേഷൻ 2. അപ്പോൾ നമുക്കൊരു 1 ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്, അതുപോലെ നമുക്കൊരു 2 ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങളൊന്ന് ഫിഗർ നോക്കിയേ. ഈ ഫിഗറിൽ PM1 എന്ന് പറഞ്ഞാൽ എന്താ? B പ്ലസ് ലാംഡ ബൈ 2 ആണ് PM1. സോ ഫ്രം ഫിഗർ PM1 is equal to B plus lambda by 2. PM2 is equal to B plus 2 lambda by 2. Then PM3 is equal to B plus 3 lambda by 2, etc. PMN ആണെങ്കിൽ B plus N lambda by 2 എന്ന് എഴുതാം. PMN minus 1 ആണെങ്കിൽ B plus N minus 1 lambda by 2 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ ഒന്നുകൂടെ എടുത്തെഴുതുക. രണ്ടാമത്തെ ഇക്വേഷൻ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈ ഇൻറ്റു PMN സ്ക്വയർ മൈനസ് PMN മൈനസ് 1 സ്ക്വയർ എന്നാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു PMN B പ്ലസ് N ലാംഡ ബൈ 2 മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ B പ്ലസ് N മൈനസ് 1 ഇൻറ്റു ലാംഡ ബൈ 2. ഹോൾ സ്ക്വയർ. സോ നിങ്ങൾ എന്ത് ചെയ്യുക? A പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ചുകൊണ്ട് 2 ടേം എക്സ്പാൻഡ് ചെയ്യുക, എന്നിട്ട് അത് സോൾവ് ചെയ്യുക. സോ നിങ്ങൾക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് പൈ ഇൻറ്റു BN ലാംഡ മൈനസ് BN ലാംഡ പ്ലസ് B ലാംഡ ക്യാൻസൽ ചെയ്ത് കളയും. സോ നമുക്ക് കിട്ടുന്നത് പൈ B ലാംഡ ഏരിയ. സോ ഏരിയ A ഈസ് ഈക്വൽ ടു എന്താണ്? പൈ B ലാംഡ. ഏരിയ ഈസ് ഈക്വൽ ടു പൈ B ലാംഡ. അതായത് ഓരോ ഹാഫ് പീരീഡ് സോണുകളുടെയും ഏരിയ എത്രയാണ്? പൈ B ലാംഡയാണ്, വിച്ച് ഇസ് എ കോൺസ്റ്റൻറ്റ്. nth സോണിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞാലും പൈ B ലാംഡയാണ്. 5ാമത്തെ എടുത്തു കഴിഞ്ഞാലും പൈ B ലാംഡയാണ്, 6ാമത്തതും പൈ B ലാംഡയാണ്. ദാറ്റ് മീൻസ് എല്ലാ ഹാഫ് പീരീഡ് സോണുകളുടെയും ഏരിയ എത്രയാണ്? തുല്യമാണ്. അപ്പോൾ നമ്മുടെ എസ്സേയുടെ ഒരു പകുതിയോളം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫാക്ടേഴ്സ് which affect at P എന്ന പോയിന്റിൽ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. P എന്ന പോയിന്റിലെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അങ്ങനെ വേണം കറക്റ്റായിട്ട് പറയാം. സോ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഒന്ന് ഏരിയ ഓഫ് സോൺ ഒന്ന്. നമ്പർ 2 ഡിസ്റ്റൻസ് ഓഫ് ദി സോൺ. മറ്റൊന്ന് ഒബ്ലിക്വിറ്റി ഫാക്ടർ. So area of the zone, distance of the zone and obliquity factor.
ഇത്രയും കാര്യങ്ങളാണ് പി എന്ന് പറയുന്ന പോയിന്റിൽ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി എന്ന് പറയുന്ന പോയിന്റിൽ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ്പ്രഷൻ ഫോർ ഇൻറ്റൻസിറ്റി. എക്സ്പ്രഷൻ ഫോർ ഇൻറ്റൻസിറ്റി. സോ എക്സ്പ്രഷൻ ഫോർ ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കിപ്പോൾ ഒരുപാട് സോണുകളുണ്ട്. ഇങ്ങനെ ഒരുപാട് സോണുകളുണ്ട്. ഫസ്റ്റ് സോൺ കൊടുക്കുന്ന ആംപ്ലിറ്റ്യൂഡ് ആണ് D1, സെക്കൻഡ് സോൺ കൊടുക്കുന്ന ആംപ്ലിറ്റ്യൂഡ് D2, തേർഡ് സോൺ കൊടുക്കുന്നത് D3. ഇങ്ങനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. സോ ഇത് പുറകോട്ട് പോകുന്തോറും ഗ്രാജുവലി ഡിക്രീസിങ് ഓർഡറാണ്. അതുകൊണ്ട് തന്നെ D2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D3 + D1 / 2 എന്ന് എഴുതാം. D3 ആണെങ്കിൽ D2 + D4 / 2 എന്ന് വേണമെങ്കിൽ എഴുതാം. അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. അതായത് നടുക്കുള്ള ഒരു ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് മുകളിലും താഴെയുള്ള ഡിസ്റ്റർബൻസിന് സം / 2 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്കൊരു കാര്യം എഴുതാം. ഇതിപ്പോൾ D2 = D1 + D3 / 2 എന്നാണ്. സോ ഇതിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ D1/2 - D2 + D3/2 എന്താണ്? 0 ആണ്. കണ്ടോ? അതൊരു കാര്യമാണ്. ഇതുപോലെ തന്നെ അടുത്തത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കാര്യമാണ് D3/2 - D4 + D5/2 = 0. അല്ലെങ്കിൽ D5/2 - D6 + D7/2 = 0. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എഴുതാം. ഇനി റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ A = എന്താണ്? D1 + D2 + D3 + D4 എക്സെട്ര. ഇതെന്താ? റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റിയാണ്. പി എന്ന് പറയുന്ന പോയിന്റിൽ അനുഭവപ്പെടുന്ന റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റിയാണ് നമ്മൾ ഈ എഴുതി പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? ഈ ഇരട്ട വരുന്ന ഈവൻ നമ്പേഴ്സിനെല്ലാം നമ്മൾ നെഗറ്റീവ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യും. കാരണം അടുത്തടുത്തുള്ള രണ്ട് സോണുകൾ തമ്മിലുള്ള ഡിഫറൻസ് λ/2 ആണ്. എന്ത് ഡിഫറൻസ്? പാത്ത് ഡിഫറൻസ്. സോ അതുകൊണ്ട് തന്നെ നെഗറ്റീവായിട്ട് എടുക്കുക. സോ A = D1 - D2 + D3 - D4 + D5 എക്സെട്ര. ഇനി എന്ത് ചെയ്യുക? ഇതിന് D1/2 + D1/2 എന്ന് എഴുതാമല്ലോ. -D2 + D3/2 + D3/2 - D4 + D5/2 + D5/2 എക്സെട്ര. ഇത്രയും വാല്യൂ 0 ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതും 0 ആണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ ഇങ്ങോട്ട് ഏത് ടൈം എടുത്താലും അതും = 0 ആണ്. സോ ദാറ്റ് ഈസ് = D1/2. ഇതാണ് എന്ത്? ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, ഇനി നമുക്ക് എന്താ? ഇൻറ്റൻസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇൻറ്റൻസിറ്റി I = ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയർ. ദാറ്റ് ഈസ് D1/2 the whole square. ദാറ്റ് ഈസ് D1² / 4. ഇതാണ് പി എന്ന് പറയുന്ന പോയിന്റ് അനുഭവപ്പെടുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി. ഇനി നമ്മൾ പറയുകയാണ് കേസ് ഓഫ് ഒബ്സ്റ്റക്കിൾസ്. അപ്പോൾ നമ്മൾ പറയുകയാണ് ഒബ്സ്റ്റക്കിൾ കട്ട്സ് ഫസ്റ്റ് HP/Z. ഫസ്റ്റ് ഹാഫ് പീരീഡ് സോണിനെ ഒബ്സ്റ്റക്കിൾ കട്ട് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തുണ്ടാവില്ല? D1 ഉണ്ടാവില്ല. സോ ആംപ്ലിറ്റ്യൂഡ് A = -D2 + D3 - D4 + D5 എക്സെട്ര. ദാറ്റ് ഈസ് ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? -D2/2 - D2/2 + D3 - D4/2 - D4/2 എക്സെട്ര. ഓക്കെ, സോ ഇത്രയും ഒരു ടേം എടുത്തു കഴിഞ്ഞാൽ ഇത് 0 ആയി പോവും. അങ്ങോട്ടുള്ള ഏത് ടേം എടുത്തു കഴിഞ്ഞാൽ അതും 0 ആയി പോവും. ബാക്കി എന്തേ ഉള്ളൂ? -D2 / 2. സോ I = ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയർ. ദാറ്റ് ഈസ് D2/2 the whole square - that is D2² / 4 is the ഇൻറ്റൻസിറ്റി. കണ്ടോ? അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ n ഹാഫ് പീരീഡ് സോണുകൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പ്രഷൻ I = Dn + 1² / 4 ആണ്. സോ ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. I = Dn + 1² / 4. ഓക്കെ, സോ അത്രയാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക,
നമ്മൾ ഹാഫ് പീരീഡ് സോണുകൾ കൂടുതൽ കട്ട് ചെയ്യും തോറും എന്ത് സംഭവിക്കും? ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി പി എന്ന് പറയുന്ന പോയിന്റിൽ കുറഞ്ഞു വരും. ഓക്കെ, കാരണം D1, D2, D3 എന്ന് പറയുന്നത് ഗ്രാജുവലി ഡിക്രീസിങ് ഓർഡറാണ് ഡിസ്റ്റർബൻസ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ അതിനേക്കാൾ വേഗത്തിൽ ഡിക്രീസിങ് ആയിരിക്കും. അതുകൊണ്ട് ഒബ്സ്റ്റക്കിളുടെ എണ്ണം കൂടുതൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പി എന്ന് പറയുന്ന പോയിന്റിൽ കൂടുതൽ ഷാഡോ കാസ്റ്റ് ചെയ്യും. ഇനി ലൈറ്റ് വളഞ്ഞ് സഞ്ചരിക്കുമായിരുന്നെങ്കിൽ നടക്കില്ല, കാരണം അവിടെ ലൈറ്റ് വന്നേനെ. ബെൻഡിങ് ഉണ്ട്, പക്ഷേ ലൈറ്റ് വളഞ്ഞ് സഞ്ചരിക്കില്ല. സോ അതാണ് റെക്ടീലിനിയർ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് യൂസിങ് ഫ്രെനൽ ഡിഫ്രാക്ഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് എസ്സേ ആണ്. ഈ ഒരു എസ്സേ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് ചെയ്യുന്ന എല്ലാ എസ്സേസും വളരെ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു എസ്സേ ആയിട്ട് കാണാം.